ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒന്ന് രണ്ട് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാണ്ട് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മളുടെ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് ഞാൻ ചെയ്തെടുക്കുന്നത് നമ്മളുടെ കൈകാലുകൾക്കൊക്കെ വേദനയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ച് അത് നല്ലപോലെ ഒന്ന് ചൂടായി വന്ന സമയത്ത് അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു 2 സ്പൂൺ അളവിലാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ തീ വന്നിട്ട് നല്ല കുറച്ച് വേണം കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട്. ഈ മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് നമുക്ക് ചൂടായി വരണം. നല്ലപോലെ ഇത് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കല്ലുപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കൈപ്പിടി അളവിലാണ് കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കല്ലുപ്പും കൂടെ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ നമ്മൾ പെട്ടെന്ന് തന്നെ തീ കൂട്ടി വെച്ചിട്ട് ഇത് ചൂടാക്കി എടുക്കരുത്. നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് തന്നെ നമ്മളിത് നല്ലപോലെ ചൂടാക്കി എടുക്കണേ. അപ്പോൾ ഇത് നമ്മളുടെ ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ആവിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ക്ലോത്താണ് കേട്ടോ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് കോട്ടൻ്റെ ക്ലോത്ത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളുടെ ആ മഞ്ഞൾപ്പൊടിയുടെയും കല്ലുപ്പിൻ്റെയും ആ മിക്സ് നമ്മളുടെ കയ്യിൽ നമുക്ക് വെച്ച് കൊടുക്കാനുള്ള ഒരു ഏകദേശ ചൂടിന് പറ്റ് തണുത്ത് പോകരുത് ഈ ഒരു പാകത്തിനാക്കി എടുത്തിട്ട് നമുക്ക് ഈ തുണിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു കിരീട രൂപത്തിലൊന്ന് ആക്കിയെടുക്കണം. അപ്പോൾ ഇത് ഞാനിതിൻ്റെ 4 ഭാഗം ഇതുപോലെ പിടിച്ചതിന് ശേഷം ഈ തുണി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാനൊന്ന് കെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ ബണ്ണോ ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ടൈറ്റായി കെട്ടിക്കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മളുടെ കിഴിയൊക്കെ ഞാനിവിടെ നല്ലപോലെ ടൈറ്റായി കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എവിടെയാണോ വേദന അനുഭവപ്പെടുന്നത് ആ ഭാഗത്ത് ഈ ഒരു കിഴി ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് പിടിച്ചു കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് എടുക്കണ്ട. ഒരു കുറച്ച് സമയം ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം മാത്രമാണ് നമ്മളത് എടുക്കേണ്ടത് കേട്ടോ. അപ്പം നമ്മൾക്ക് ഈ കല്ലുപ്പിൻ്റെയും അതുപോലെ തന്നെ മഞ്ഞളുടെയൊക്കെ ആ ഒരു ചൂട് നമ്മളുടെ ആ വേദനയുള്ള ഭാഗത്ത് ഇറങ്ങി അവിടെ കൂടിയിരിക്കുന്ന ആ നീരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ നമ്മളുടെ ആ വേദനയൊക്കെ മാറി കിട്ടുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ വിരലുകൾക്കൊക്കെ എനിക്ക് എപ്പോഴും വേദന അനുഭവപ്പെടുമ്പോഴൊക്കെ ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഡിസംബറൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് നല്ലപോലെ തണുപ്പൊക്കെ ഉള്ള ഒരു കാലാവസ്ഥയാണല്ലോ എല്ലായിടത്തും. അപ്പോൾ നമുക്ക് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ കൈവിരലുകൾക്കും അതുപോലെ കൈക്കൊക്കെ വേദനയൊക്കെ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ്. ഇനി നമ്മളുടെ അടുത്ത ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പം നമുക്ക് വളരെ നേച്ചുറലായിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണ് കേട്ടോ ഞാനിവിടെ കാണിച്ചിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് നമ്മളുടെ തേങ്ങയുടെ ചകിരിയാണ് കേട്ടോ. അപ്പോൾ തേങ്ങയുടെ ചകിരി ഞാൻ ഇതുപോലെ എടുത്ത് നന്നായിട്ടൊന്ന് ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണക്കി എടുത്തതിന് ശേഷം വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. നനവോട് കൂടി ഇത് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയ തേങ്ങയുടെ ആ ചകിരി എടുത്താൽ മതിയാകും. അപ്പോൾ ഇനി ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്തെടുക്കാനായിട്ട് ഇരുമ്പ് ചട്ടി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. അപ്പോൾ ഞാൻ ഈ ചകിരിയൊക്കെ നമ്മളുടെ ഇരുമ്പ് ചട്ടിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ കയ്യിൽ നെയ്യ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ നമ്മൾക്കിവിടെ ആവശ്യമായിട്ട് വരുന്നത്. വളരെ കുറഞ്ഞ അളവിൽ മാത്രം തന്നെ മതിയാകും കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ വളരെ കുറഞ്ഞ അളവിൽ നെയ്യൊന്ന് ഇതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കത്തി പിടിച്ച് കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതിലേക്ക് നെയ്യാക്കി കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാനിവിടെ തീ ഒന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചകിരിയൊക്കെ നല്ലപോലെ കത്തി നല്ല കരിഞ്ഞ് നമ്മൾക്ക് കിട്ടണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ കത്തിച്ചെടുക്കാനായിട്ട് നോക്കണേ. ഇപ്പോൾ ഇത് നന്നായിട്ട് കത്തി വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കുക. അതുപോലെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടും മറന്നു പോകരുത്. അപ്പോൾ നമ്മളുടെ ചകിരിയൊക്കെ നന്നായിട്ട് തന്നെ കത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മളൊരു കയ്യിലെടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ തന്നെ നന്നായിട്ട് തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടുന്നതാണ്. നമ്മൾ പിന്നെ മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കേണ്ട ആവശ്യം ഒന്നും തന്നെ വരില്ല കേട്ടോ. നന്നായിട്ട് ഫൈനായിട്ട് തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടും. ഇതുപോലെ ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുത്താൽ മതി.
അതിനുശേഷം ഞാനിവിടെ എടുത്തിട്ടുള്ളത് കറ്റാർ വാഴയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ടെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതേ നമ്മളുടെ ഈ ഒരു കരി ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ നമ്മളുടെ ചകിരി പൊടിച്ച് വെച്ച് അതിലേക്ക് ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അലർജി പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് കേട്ടോ ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ കറ്റാർ വാഴയുടെ ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വീട്ടിലുണ്ടായിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ പൾപ്പ് നല്ലപോലെ ഇതിലേക്കൊന്ന് ആക്കി കൊടുക്കണം. അപ്പോൾ നമ്മളിത് മിക്സാക്കി എടുക്കാൻ പാകത്തിന് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ ആ രീതിയിൽ വേണം കേട്ടോ നമ്മളിതിലേക്കൊന്ന് ആക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളുടെ കറ്റാർ വാഴയുടെ ജെല്ലും ആക്കി കൊടുത്തതിന് ശേഷം നല്ലപോലെ ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, നല്ല ബ്ലാക്ക് കളറായിട്ടാണ് നമ്മൾക്ക് ഈ ഡേ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറ്റാർ വാഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് മിക്സായി കിട്ടില്ല. നമ്മൾ നല്ലപോലെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് തന്നെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ് കേട്ടോ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഞാനിവിടെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഒന്ന് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1 or 2 നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ മുകൾ വശം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ നമ്മുടെ ഈ ഡേയിലേക്ക് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇപ്പോൾ നമ്മുടെ ഹെയർ ഡേ ഇവിടെ നമുക്ക് റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിത് എവിടെയാണോ നിര കൂടുതലായിട്ട് കാണുന്നത് ആ ഭാഗങ്ങളിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഫ്രണ്ട് ഭാഗത്താണ് കേട്ടോ കുറച്ച് നിരയുള്ളത്. ആ ഭാഗത്ത് ഞാൻ കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്രഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് വളരെ ഈസി. നമ്മൾ കയ്യിൽ പിടിക്കുന്ന ഒരു പ്രശ്നമൊന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇത് നന്നായിട്ട് കുറച്ചൊരു കട്ടിക്ക് വേണം കേട്ടോ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾക്ക് വൈറ്റ് ഹെയർ കാണുന്ന എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നല്ല പോലെ ഞാനിവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നന്നായിട്ട് തന്നെ ഇത് ഉണങ്ങുന്നവരേക്കും വെയിറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒട്ടും തന്നെ നമ്മുടെ തലയിൽ എണ്ണമായി ഒന്നും ഉണ്ടാവരുത്. ഇനി ഞാൻ കഴുകിയതിന് ശേഷമുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇതേ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകും, ഒരു മുടി പോലും നമുക്ക് വൈറ്റ് ആയിട്ടില്ല, എല്ലാം നല്ല പോലെ കറുപ്പ് കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ മാസത്തിലൊരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ടിപ്പ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.